ഇന്ന് പുറത്തു വന്ന രണ്ട് ക്രിക്കറ്റ് ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ചാമ്പ്യൻസ് ട്രോഫിയുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്രാവശ്യത്തെ ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാനിലാണ്. എന്നാൽ BCCI പാകിസ്ഥാനിലേക്ക് ഇന്ത്യൻ ടീമിനെ അയക്കില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതിനുശേഷം ICC ഹൈബ്രിഡ് മോഡലിൽ കളി നടത്താമെന്ന് പാകിസ്ഥാനോട് അറിയിച്ചു. ദുബായിൽ വെച്ചിട്ട് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും മാച്ച് കളിക്കും. ബാക്കി ടൂർണമെന്റിന്റെ എല്ലാ മാച്ചും പാകിസ്ഥാനിൽ നടത്തും. എന്നാൽ ഹൈബ്രിഡ് മോഡലിന് താല്പര്യമില്ലെന്ന് പാകിസ്ഥാൻ അറിയിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ടീം പാകിസ്ഥാനിലേക്ക് വരണമെന്നാണ് അവർ പറയുന്നത്. ഇപ്പോഴത്തെ ICC പാകിസ്ഥാനിൽ നിന്ന് ചാമ്പ്യൻസ് ട്രോഫി മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഇപ്രാവശ്യത്തെ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യയിൽ നടത്താൻ തീരുമാനമായേക്കും. ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പാകിസ്ഥാൻ പുറത്താവാൻ ഒരുങ്ങുകയാണ്. പാകിസ്ഥാനില്ലാത്ത ചാമ്പ്യൻസ് ട്രോഫി ആയിരിക്കും ഇത്തവണത്തേത്. അടുത്തൊരു അപ്ഡേറ്റ് IPLുമായി ബന്ധപ്പെട്ടതാണ്. IPLന്റെ ലേലവിളി കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നു. എല്ലാ ടീമുകളും ഒരുപാട് താരങ്ങളെ സ്വന്തമാക്കി. ഇംഗ്ലണ്ടിലെ ഒരുപാട് താരങ്ങൾ ലേലത്തിൽ ഉണ്ടായിരുന്നു. മുംബൈ, CSK, രാജസ്ഥാൻ അടക്കം എല്ലാ ടീമുകളും ഇംഗ്ലണ്ട് താരങ്ങളെ സ്വന്തമാക്കി. എന്നാൽ ഇപ്പോൾ IPL ടീമുകൾക്ക് വലിയ പണിയാണ് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ് കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലണ്ട് താരങ്ങളെ പുറത്തെ ലീഗിൽ പോയി കളിക്കാൻ അനുവദിക്കില്ലെന്നാണ് ECB പറഞ്ഞിരിക്കുന്നത്. BCCI ഇന്ത്യൻ താരങ്ങളെ പുറത്തെ ലീഗിൽ കളിപ്പിക്കാറില്ല. അതുപോലെ ഒരു റൂള് കൈക്കൊണ്ടിരിക്കുകയാണ് ECB. ഇംഗ്ലണ്ട് പ്ലേയേഴ്സിന് ഇനി IPL മാത്രമല്ല ഒരു ലീഗിലും കളിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ വരുമ്പോൾ പണി കിട്ടിയത് CSK, മുംബൈ, രാജസ്ഥാൻ, RCB ഈ ടീമുകൾക്കാണ്. ഇംഗ്ലണ്ട് താരമായ ആർച്ചറെ വലിയ തുകയ്ക്കാണ് രാജസ്ഥാൻ വാങ്ങിച്ചിരിക്കുന്നത്. അതുപോലെ മുംബൈ ഇന്ത്യൻസ് വിൽ ജാക്സനെ വാങ്ങിച്ചു. RCB ആകട്ടെ ഇംഗ്ലണ്ട് താരം സാൾട്ട് ലിവിങ്സ്റ്റൺ ഇവരെയും വാങ്ങിച്ചു. ചെന്നൈ ടീമാണെങ്കിൽ സാം കറനെയും സ്വന്തമാക്കി. ഇംഗ്ലണ്ട് താരങ്ങൾക്ക് IPL കളിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് ഈ ടീമുകൾക്ക് വലിയ പണിയായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.